ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 336 + 43/7. സോ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റും. നോർമൽ രീതി എന്താണ്? 36ഉം 43യും കൂടി ആഡ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 36ഉം 43യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 79/7. റിമൈൻഡർ എന്തായിരിക്കും? നമുക്കറിയാം 7 11s are 77. ബാലൻസ് എത്രയാണ് റിമൈൻഡർ ഉള്ളത്? 79 വരുമ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 7 11s are 77 and the remainder is 2. സോ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്ത് നമ്മൾ നോർമൽ രീതിയിൽ ചെയ്യുന്നത്? ഇത് നമുക്കെങ്ങനെ വേറെ രീതിയിൽ ചെയ്യാം? ഈ 36/7 ചെയ്യുമ്പോൾ 36/7 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? നമുക്കറിയാം 7 5s are 35 അല്ലേ. 7 ഓക്കെ, ഒരു സെക്കൻഡ്. 36 + 43/7 നമുക്കറിയാം 7 5s are 35 അല്ലേ. ബാലൻസ് എത്രയാണ്? സോ റിമൈൻഡർ എന്താണ്? 1 അല്ലേ റിമൈൻഡർ എന്ന് പറയുന്നത്? യെസ്. ഇനി 43 നോക്കുവാണെങ്കിൽ 7 5s 45, 7 6s are 42. സോ റിമൈൻഡർ എന്താണ്? 1 അല്ലേ റിമൈൻഡർ അല്ലേ. 43/7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഇനി 36/7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ് അല്ലേ. സോ ഇത് രണ്ടും കൂടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഡ് അല്ലേ ചെയ്യേണ്ടത്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2/7 അല്ലേ. 2/7 ചെയ്യുമ്പോൾ സോ നമുക്കറിയാം 2/7 ചെയ്യുമ്പോൾ നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ചെയ്ത് നോക്കാം. 7/2 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് റിമൈൻഡർ? എന്താണ്? 2 ആണ്. അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ട് ചെയ്യേണ്ടി വരും. സോ റിമൈൻഡർ ഇസ് 2. സോ വേറൊരു എളുപ്പവരി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് വേറെ ചോദ്യം കൂടി ചെയ്ത് നോക്കാം. 23 + 34 + 46 + 87 + 92/5 റൈറ്റ്. സോ നമുക്കറിയാം 23/5 നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 5 4s are 20 and the ബാലൻസ് എത്രയാണ്? 3 + 3. ഇനി 34/5 നമുക്കറിയാം 5 7s are 35 ആണ്. സോ അടുത്ത് നിൽക്കുന്നത് 35 ആണ്. അല്ലെങ്കിൽ 5 6 are 30 + 4 കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 7s are 35 ആണ്. സോ നമുക്ക് എന്താണ്? -1 കൊടുക്കാമല്ലോ. യെസ്. 46/5 ചെയ്യുമ്പോൾ എത്രയാണ്? 5 9s are 45. ബാലൻസ് എത്രയാണ്? 1. സോ +1 കൊടുക്കാമല്ലോ. യെസ്, +1 കൊടുത്തു. ഇനി 87/5 നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 87 നമുക്കറിയാം 5 എത്രയാണ്? 85 എന്നാലും ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ബാലൻസ് എത്രയായിരിക്കും? 2 അല്ലേ വരുന്നത്. യെസ്, ബാലൻസ് എന്താണ്? ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് വരുന്നത് +2 ആണ്. 87-ൽ 85 ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. പിന്നെ വരുന്നത് 87 വരുമ്പോൾ +2 ആണ് വരുന്നത് അല്ലേ. ഇനി എന്താണ്? 92-ൽ എന്താണ് നമുക്കറിയാം? 90 ഡിവിസിബിൾ ആണെന്നറിയാം. സോ 90 ഡിവിസിബിൾ ആണെന്നറിയാം. സോ ബാലൻസ് വരുന്നത് +2. നമുക്കറിയാം 5 1s are 5 6 7 8 9 5 18 × 5s are 90 ആണ്. സോ ബാലൻസ് എത്രയാണ്? 2 ആണ്. +2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടി ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. സോ നമുക്കറിയാം +1 and -1. +1 -1 എന്താണ്? കട്ടായി പോവും. അത് നോർമലാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ഇനി നമ്മൾ എന്താണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. സോ +2 2 2s are 4 4 + 3 7. സോ 7/5 ചെയ്യുമ്പോൾ നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. സോ നോർമലി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതി എന്താണ്? ഇതാണ്. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയും കാട്ടി എളുപ്പം വഴിയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 36 + 25 + 46 +
84 plus 60 by 9 അല്ലേ? 9 36 by 9, the remainder 9 9 2s 18, 9 3s 27, 9 4s are 36. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, റിമൈൻഡർ 0 ആണ്. ആൻഡ് 25 by 9, 9 2s 18, 9 3s 27, 9 3s are 27 അടുത്ത് നിൽക്കുന്നത്, സോ -2. ഓക്കെ, 9 4s 9 5s are 9 2s 18, 9 3 46 by 9, 9 2s 18, 9 3s 27, 9 4s 36 and 9 5s are 45, which is plus 1 അല്ലേ? 84 by 9, സോ നമുക്കറിയാം 9 5s 45, 9 6 54, 9 7 63, 9 8s are 72 and 9 9s are 81. 81 വരുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര? ഇവിടെ 84 ആണ് വന്നിരിക്കുന്നത്, സോ വിച്ച് ഇസ് എന്താണ്? +3 ആണ് അല്ലേ? ഇനി 60 by 9, 60 by 9 എന്താണ്? നമുക്കറിയാം 9 5s 45, 9 6 54, 9 7s are 63, 9 7s are 63 ആണ് വരുന്നത്, സോ -3 അല്ലേ? 60 വരുമ്പോൾ -3 കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താണ് ഇതെല്ലാം കൂടി ചെയ്ത് നോക്കുക. ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല, സോ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് -2 +1 +3 and -3 അല്ലേ ബൈ 9. സോ 1 + 3 ആദ്യം നമ്മുടെ റൂൾ അനുസരിച്ച്, ബോഡ്മാസ് റൂൾ അനുസരിച്ച് we are going to do addition first. 1 + 3 4, so -2 -3 +4 by 9. സോ മൈനസും ചെയ്യുമ്പോൾ എന്താണ്? പ്ലസ് ആണ് അല്ലേ? മൈനസും പ്ലസ് ചെയ്യുക. 2 + 3 5, സോ വെറും 5 ആണോ? അല്ല, -5 + 4 by 9. -5 + 4 എത്രയാണ്? -1 by 9. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1 ആണ്. ഈ 9 സോ നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? -1 അല്ലേ? റിമൈൻഡർ എന്താണ് ഇവിടെ? ഇപ്പം നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് റിമൈൻഡർ -1 ആണ് കിട്ടുന്നത്, സോ വിച്ച് ഈസ് 9 -1 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജറിനാക്കണം. റിമൈൻഡർ പോസിറ്റീവ് ഇൻറ്റിജർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ -1നെ 9 കൊണ്ട് സബ്സ്ട്രാക്റ്റ് ചെയ്താൽ പോരെ? സോ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 8 ആണ്. സോ ദ റിമൈൻഡർ ഇസ് എത്രയാണ്? 9 - 1 8 ആണ്. റിമൈൻഡർ എന്താണ് കിട്ടുന്നത്? 8 ആണ്. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ താങ്ക് യു.